എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് IDFC ബാങ്ക് 2 ദിവസമായിട്ട്, അതായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നല്ല രീതിയിൽ താഴ്ന്നത്. അത് താഴാൻ എന്താണ് കാരണം? ഒന്നാമത്തത്. രണ്ടാമത്തേത് മിക്ക ബ്രോക്കേഴ്സും അവരുടേതായ ഇൻബിൾട്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അത് സെല്ല് റെക്കമെൻഡേഷൻ കൊടുത്തത്, അതായത് കയ്യിലുള്ളത് സെല്ല് ചെയ്യാനാണ് ബ്രോക്കേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വശങ്ങളൊന്ന് പരിശോധിക്കാം. എന്താണ് ഇനി സെല്ല് താഴേക്ക് എവിടം വരെ പോകും, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. IDFC ഫസ്റ്റ് ബാങ്ക്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനിയുടെ ബാങ്കിങ് വിഭാഗവും ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ ക്യാപിറ്റൽ ഫസ്റ്റും ഇത് രണ്ടും ലയിച്ചാണ് IDFC ഫസ്റ്റ് ബാങ്ക് ആരംഭിക്കുന്നത്. ചെന്നൈയുടെ ബാങ്കിൻ്റെ ആസ്ഥാനം 57,817 കോടി രൂപയുടെ അതിൻ്റെ വിപണി മൂല്യം കണക്കാക്കുന്നത് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ. ചൊവ്വാഴ്ച ഏകദേശം 6% കൂടുതൽ ഇടിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ വർഷം നോക്കുമ്പോൾ ഏകദേശം 8% ആണ് അത് താഴ്ന്നിട്ടുള്ളത്. ഈ ഒരാഴ്ചക്കുള്ളിൽ ഏകദേശം 4% ഇടിഞ്ഞിട്ടുണ്ട്. നമുക്ക് IDFC ബാങ്കിലെ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ IDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ക്വാർട്ടർലി റിസൾട്ട് ഏകദേശം റവന്യൂ 7,880 കോടിയുടെ, അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ അവിടെ ഒരു ഇൻക്രീസ് ഉണ്ട്. അതുകൂടാതെ ലാസ്റ്റ് ക്വാർട്ടറിലായിട്ട് അപേക്ഷിക്കുമ്പോൾ അവിടെ ഒരു ഇൻക്രീസ് ഉണ്ട്. അതുകൂടാണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴും നമുക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിനെ അപേക്ഷിച്ച് നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് അതുകൂടാതെ പ്രൊമോട്ടേഴ്സ് കുറച്ച് ഷെയർസ്, ഏകദേശം 2% ഷെയർസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹോൾഡിംഗ് ലിസ്റ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 37 ഉള്ളൂ. ലാസ്റ്റ് ക്വാർട്ടറിൽ ഇതിന് മുമ്പത്തെ ക്വാർട്ടർ 39.37 ഇവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസംബർ ക്വാർട്ടറിൽ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ മെച്ചപ്പെട്ട റിസൾട്ട് വന്നെങ്കിൽ കൂടിയും അത് ഷെയറിൻ്റെ വിലയിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് നിലവിലെ വാർഷിക വളർച്ചാ നിരക്ക് 5 വർഷത്തേക്കുള്ള വാർഷിക വളർച്ചാ നിരക്ക് കമ്പനി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലുള്ളത് 22.3% വാർഷിക വളർച്ചാ നിരക്ക് കമ്പനിയുടെ. പക്ഷെ അത് 19.8% കുറച്ചു. കമ്പനി അത് കുറച്ചു. അത്രേ കാണുന്നുള്ളൂ വാർഷിക വളർച്ചാ നിരക്ക്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സ് 2% ഷെയർസ് റെഡ്യൂസ് ചെയ്ത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഷെയർ ഒരു ഇടിവിലേക്ക് പോകാനായിട്ട് കാരണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇടിഞ്ഞു. ഇനി എവിടം വരെ പോകും, അല്ലെങ്കിൽ എന്താണ് ഇതിന് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് ഗ്രാഫ് വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഗ്രാഫ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം 2 ദിവസമായിട്ട് നല്ല രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ദിവസം നല്ല ഇടിവാണ്. അപ്പോൾ ഇടിവ് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സപ്പോർട്ടാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഇൻട്രാഡേ ചാർട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് കുറച്ച് നാൾ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലായിരുന്നു. ഇത് 92നും ഒരു 79 റേഞ്ചിലും ആയിരുന്നു ഇത് ട്രേഡ് ചെയ്ത് ഒരു കൺസോളിഡേഷൻ ഏരിയ. ആ ഏരിയയുടെ ബ്രേക്ക് ചെയ്ത് താഴെ പോയത്. നമ്മൾ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലായി. ഇനി അത് എവിടം വരെ പോകും അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് കിട്ടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഈ ഏരിയയുടെ, അതായത് 76നും 74നും ഇടയിൽ അടുത്തൊരു സപ്പോർട്ട് കിട്ടാവുന്ന നമുക്കൊരു ഏരിയ 76ഉം 74. ഇത് നമുക്കൊരു ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് കാണുന്നത്.
ഇനി നമുക്ക് വീക്കിലിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. വീക്കിലിയും മന്ത്ലിയും കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നുള്ളൂ. നമ്മൾ ഓരോ ചാർട്ട് എടുത്ത് നോക്കണം ഇൻട്രാഡേ ഇതായിട്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഏത് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് മറ്റുള്ള ചാർട്ടുകൾ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ താഴെയിട്ട് നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഈ വലിയ ഗ്രീൻ ക്യാൻഡിലെ താഴെ ഇവിടെയാണ് കണ്ട, ഇവിടെ നിന്നിട്ട് ഇത് കയറിപ്പോയത്. അപ്പോൾ ഇവിടെയിട്ട് നമുക്ക് ഏകദേശം ഒരു വീക്കിലി വരുമ്പോൾ 73-നും ഏകദേശം ഒരു 71-നുമാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നത്. വീക്കിലി ഇട്ടാൽ 73-നും 71-നുമാണ് വീക്കിൽ നമുക്കൊരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. കാരണം ഇവിടെ ഈ വലിയ കാൻഡിലിൻ്റെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ ഒന്നും നമുക്കൊരു റേഞ്ച് ഇല്ല, ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് വീക്കിൽ നമുക്ക് വരുമ്പോൾ ഒരു സപ്പോർട്ട് പോയിൻ്റ്. ഇനി നമുക്ക് ഇതിനെ മന്ത്ലിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം, മന്ത്ലി ചാർട്ടിലേക്ക്. അപ്പോൾ ഇതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു മന്ത്ലി ചാർട്ട് വ്യൂവിലാണ് നിൽക്കുന്നത്. മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കണ്ട, ഇവിടെ 80-ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസ് കയറിപ്പോയി, പക്ഷെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കയറാനായിട്ട് സാധിച്ചില്ല. ഈ റെസിസ്റ്റൻസ് മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് കയറിപ്പോയി, പക്ഷെ വേണ്ട രീതിയിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വീണ്ടും ഒരു മന്ത്ലി അവിടെ ഒരു റീടെസ്റ്റ് വന്നു, പക്ഷേ ഇത് റീടെസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല, കാരണം ഇതൊരു നെഗറ്റീവ് ന്യൂസും കൂടി ഇതിലുണ്ട്. അപ്പോൾ ന്യൂസ് ഇല്ലാതെ ഒരു ഷെയർ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഉണ്ട്, അതിന് കയറിപ്പോയി. അതുകൂടാതെ ഒരു റീടെസ്റ്റിന് വന്നിട്ട് വീണ്ടും കയറും. അത് ഇവിടെ കയറിപ്പോയത് ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്, ആ ന്യൂസ് തന്നെ വേറെ ന്യൂസും നിലവിലില്ലാണ്ട് ആകുമ്പോഴുടെ റീടെസ്റ്റ് വരാം. പക്ഷെ ഇവിടെ വന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ഇമ്പാക്റ്റ് ഉണ്ട്, അതായത് വളർച്ചാ സാധ്യത റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് വന്നത്. അപ്പോൾ അത് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതൊരു റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് കയറി പോകുന്നത് നമുക്കത് പറയാനായിട്ട് കഴിയില്ല, കാരണം ഒരു ന്യൂസ് ബേസിലാണ് വന്നത്. ന്യൂസ് ബേസ് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലൊന്നും വർക്കാവാൻ സാധ്യതയില്ല. നമുക്കിവിടെ വേറൊരു സപ്പോർട്ട് പോയിന്റ് നമുക്ക് വീക്കിലി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ, ഒരു സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമുക്ക് നോക്കാം, ആ സോൺ ഏതാണ് അടാ. ഇവിടെ നമുക്കൊരു സപ്പോർട്ടിങ് സോൺ ഉണ്ട് ഇവിടെ ഉണ്ടോ, ഒരു ചെറിയൊരു സപ്പോർട്ടിങ് സോൺ. അതായത് 67-നും ഒരു 64-നും ഇടയിൽ ഉണ്ടോ. വീക്കിലി നോക്കുമ്പോഴത് ഇത് വീക്കിലി ചാർട്ടഡ് 67-നും 64 നല്ലൊരു സപ്പോർട്ടിങ് സോൺ ഇടുന്നത്. അതായത് കണ്ടോ ഇവിടെ ഒരു ഏരിയ, ഇത് ബ്രേക്ക് ചെയ്ത ഏരിയ, ആ ഏരിയയിൽ കുറച്ച് നാൾ ടച്ച് ചെയ്തത്. അതിനുശേഷം ഇവിടെ ഈ കറക്റ്റ് ഈ പോയിന്റിൽ തന്നെ വന്നു നിന്നു. നമ്മൾ ഈ പോയിന്റ് ഈ ഏരിയ നോക്കണേ, ചാർട്ട് വെച്ചിട്ട് വ്യക്തമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഏരിയ ഉണ്ട്, ഈ ഏരിയയിൽ കുറച്ച് നാൾ ഇങ്ങനെ ട്രേഡ് ചെയ്തു, പക്ഷേ വലിയ 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 ക്യാൻഡിൽസ് വന്നു, കയറാനായിട്ട് പറ്റില്ല, വീണ്ടും താഴ്ന്നു ഈ ഏരിയ വരെ ടച്ച് ചെയ്ത്. അതുകൂടാതെ നമ്മൾ വീണ്ടും നോക്കിയാൽ ഈ ഏരിയ വരെ വീണ്ടും പോയി, അവിടെ ഒരു ഡോജി ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഒരു 4-5 മാസം ഇവിടെ ഒരു കൺസോളിഡേഷൻ, അതിനുശേഷമാണ് ആ ഏരിയ ബ്രേക്ക് ചെയ്ത് പോയത്. അതായത് ഈ ഏരിയ 67-64 ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വ്യൂവിൽ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഏരിയയിൽ വരുമ്പോൾ നമ്മളെ ഈ ഏരിയയിൽ വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വ്യൂയുടെ പറയുന്നത് ഈ ഏരിയയിൽ വരുമ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് പരിഗണിക്കാവുന്നതാണ്. വേറൊരു റേഞ്ചും പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ സോണിട്ട് നമുക്കൊരു നല്ലൊരു ബൈയിങ് വരാനുള്ള ഏരിയ, അല്ലെങ്കിൽ നല്ലൊരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയൊരു ഏരിയ. കാരണം ഒരു റെസിസ്റ്റൻസ് സോണായിരുന്നു അത്. ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നന്നായിട്ട് കയറി. അപ്പോൾ ആ റെസിസ്റ്റൻസ് സോൺ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ന്യൂസ് വന്ന് അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അതൊരു വാല്യുബിൾ റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്തൊരു ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് സോൺ ഇവിടെ സപ്പോർട്ടായിട്ട് ഭാവിക്കും. ഇവിടെയൊക്കെ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണിത്. ഇവിടേക്ക് വരുമ്പോൾ ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ഇത് മാറും.
അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു നല്ലൊരു ഏരിയ ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അതുവരെ വെയിറ്റ് ചെയ്യുകയേ വഴിയുള്ളൂ. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയും താഴ്ന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂസ് കൊണ്ട് ഒരു സപ്പോർട്ട് സോൺ വരുന്നത് പിന്നെ വരുന്നത് ഇവിടെയാണ്, അതായത് 55 ഏരിയ. ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്നത് 55ആണ്. അപ്പോൾ ചാർട്ട് നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.